അപ്പോൾ ഇന്ന് സമാധാനം നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടാകുമ്പോൾ അതിന് ചില വ്യക്തികളുടെ പേര് പറയുന്നു, ചില സാഹചര്യങ്ങളെ കുറ്റം പറയുന്നു, ചില സംവിധാനങ്ങൾക്കെതിരെ തിരിയുന്നു, ചില ലോകത്തിൽ നടക്കുന്ന പല വിഷയങ്ങളും നമ്മുടെ സമാധാനം ഇല്ലാതാക്കുന്നു എന്ന് പറയുമ്പോൾ നാം തിരിച്ചറിയേണ്ട സത്യം ഇതാണ്: മാംസവും രക്തവുമുള്ള മനുഷ്യർക്കെതിരെയല്ല നാം യുദ്ധം ചെയ്യുന്നത്. പ്രഭുത്വങ്ങൾക്ക്, ആധിപത്യങ്ങൾക്ക്, അന്ധകാര ലോകത്തിന്റെ അധിപന്മാർക്ക്, സ്വർഗീയ ഇടങ്ങളിൽ വസിക്കുന്ന തിന്മയുടെ ദുരാത്മാക്കൾ, അതിനെതിരെയാണ് പടവെട്ടുന്നത്. അതിന് ദൈവത്തിന്റെ ആയുധങ്ങൾ ധരിക്കണമെന്ന ഒരുവന്റെ ദൈവത്തിന്റെ ആയുധങ്ങൾ എന്ന് പറയുമ്പോൾ ഒരുവനിൽ ദൈവം നൽകിയിരിക്കുന്ന ആയുധം എന്ന് പറയുന്നത് ദൈവത്തിന്റെ വചനമാണ്. ആ വചനം ഇങ്ങനെ പറയുന്നു: സമാധാനം. ഈ വാക്ക് പറഞ്ഞ് നിങ്ങൾ നിങ്ങളുടെ ഭവനത്തിലേക്ക് പ്രവേശിക്കുക, നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളിലേക്ക് പ്രവേശിക്കുക. ഇന്ന് സമാധാനം തകർക്കുന്ന സാഹചര്യം എന്തുമായിക്കൊള്ളട്ടെ അതേ നോക്കിക്കൊണ്ട് ഈ വാക്ക് പറയുക. സമാധാനം ഒരു വ്യക്തിയാണ്. ആ വ്യക്തിയുടെ പേര് യേശു എന്നാണ്. ആ യേശു നിങ്ങളുടെ ഭവനത്തിലേക്ക് പ്രവേശിക്കട്ടെ.